ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ ടോപ്പിക്ക് GST പാർട്ട് 21 ആണ്. പാർട്ട് 1 തൊട്ട് 20 വരെയുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തുടർച്ചയായി വളരെ പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനുകളും മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ പാർട്ട് നോക്കുക. GST ഫൈനലൈസേഷനാണ്. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ ഒക്കെ ഭാഗികമായി പല ഭാഗത്തും ഒഴിവായി ഇപ്പോഴെല്ലാവരും അവരവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ തുറന്ന് അവരുടെ ഫിനാൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷം 2019-20 അക്കൗണ്ട്സ് ഫൈനലൈസ് ഒക്കെ ചെയ്യുന്ന തിരക്കിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് GST ഫൈനലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു 17ഓളം പോയിന്റ്സിലൂടെ ഒരു ഓട്ടപ്രദർശനം ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നോക്കുക എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, റീകൺസിലേഷൻ ഓഫ് ഡാറ്റാസ് ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് വാല്യൂ റിപ്പോർട്ടഡ് ഇൻ GSTR 1 and 3B. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത ഒരു അക്കൗണ്ട്സ് ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ അക്കൗണ്ട്സ് ബുക്സിനെ അതാണ് ശരിയെന്ന രീതിയിൽ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ GSTR 1-നെയും 3B-യെയും റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ എത്രയും പെട്ടെന്ന് വളരെ സ്പീഡിൽ തന്നെ അത് കറക്റ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ്, പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് അഗ്രിമെന്റ് ക്യാപിറ്റൽ. അറിയാം, നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും നിങ്ങളുടെ സപ്ലയറിൽ നിന്ന്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കസ്റ്റമർക്ക് അധികപക്ഷവും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയും വേണം. കാരണം ഇന്ന് അത് കോമൺ ഒരു രീതിയാണ്. ഡിസ്കൗണ്ട് കിട്ടലും കൊടുക്കലൊക്കെ ഒരു കോമൺ രീതിയാണ്. ബിസിനസ്സിൽ അത് നല്ലവണ്ണം നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, രണ്ട് തരത്തിലായിരിക്കാം ഡിസ്കൗണ്ട് കൊടുക്കുക. ഒന്ന്, ഇൻവോയ്സിൽ തന്നെ നിങ്ങൾ കുറച്ച് കൊടുക്കും. നിങ്ങളുടെ കസ്റ്റമർക്ക് ഇൻവോയ്സിൽ തന്നെ കുറച്ച് കൊടുക്കുന്ന ആ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എന്തായി ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് അപ്പോഴും തന്നെ കുറഞ്ഞു. നിങ്ങളുടെ ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് ആ ഡിസ്കൗണ്ടിന്റെ വാല്യൂ അപ്പോഴും തന്നെ കുറഞ്ഞു. ഇനിയുള്ള ക്വസ്റ്റ്യൻ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. അതായത് ആ സെയിലിന് ശേഷം കൊടുക്കുന്ന ഡിസ്കൗണ്ടിൽ നിങ്ങൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഇനി നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്നും കുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം ഡിസ്കൗണ്ടുകൾ നിങ്ങൾ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കൊടുക്കുക നിങ്ങളുടെ കസ്റ്റമർക്ക്. ഇനി ആ ക്രെഡിറ്റ് നോട്ടിലൂടെ കൊടുത്ത ഡിസ്കൗണ്ട് 3 കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് കിഴിക്കാൻ പറ്റൂ. ഏതൊക്കെയാണ് ആ 3 കണ്ടീഷൻസ് എന്ന് നോക്കുക. ഒന്ന്, നിങ്ങളുടെ കസ്റ്റമറായിട്ട് ഒരു വെൽ റിട്ടൺ അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. സെക്കൻഡ്, ആ കൊടുത്ത ഡിസ്കൗണ്ട് ബിൽ വൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഇന്ന ബില്ലിനാണ് ആ ഡിസ്കൗണ്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് അലോ ചെയ്തിരിക്കുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് പറയാൻ പറ്റണം. 2, യുവർ കസ്റ്റമർ ഇൻപുട്ട് മസ്റ്റ് ബി റിവേഴ്സ്ഡ്. ഇനി നിങ്ങൾ ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് കുറക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ കസ്റ്റമർ ആദ്യം തന്നെ അതെന്ത് ചെയ്യണം, അവർ ക്ലെയിം ചെയ്ത ഇൻപുട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കണ്ടീഷൻസ് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിസ്കൗണ്ട് നിങ്ങൾ അലോ ചെയ്ത ഡിസ്കൗണ്ട് ക്രെഡിറ്റ് നോട്ടിലൂടെ നിങ്ങൾ അലോ ചെയ്ത ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് കുറക്കാൻ പറ്റും. ഇനി ഇത് ഇവിടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എടുത്തു പറയാൻ കാരണം, പല ആൾക്കാരും ഈ 3 കണ്ടീഷനൊന്നും പാലിക്കാതെ തന്നെ അവരുടെ ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് അവർ കൊടുത്ത ഡിസ്കൗണ്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പിന്നീട് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. നോക്കുക, എഗ്രിമെന്റ് തന്നെ വളരെ പക്ക റിട്ടേൺ ആയിരിക്കണം, വെൽ റിട്ടേൺ ആയിരിക്കണം. കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ അത് ഒരിക്കലും അത്തരം അഗ്രിമെന്റുകൾ സാമ്പത്തിക വർഷത്തിന്റെ മുമ്പ് തന്നെ എഴുതുകയും വേണം. മാത്രമല്ല അത് വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള അതിലെ ഓരോ കണ്ടീഷൻസും, നിങ്ങൾ ഇന്ന സാഹചര്യത്തിലാണ് നിങ്ങളുടെ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക, ഇത്ര ടേൺ ഓവർ ഉണ്ടായിരിക്കണം, ഇത്ര 6 months എത്തുമ്പോൾ ഇത്ര കഴിഞ്ഞിരിക്കണം, ഇന്ന ആ കണ്ടീഷൻസ് പറഞ്ഞിരിക്കണം. ഇനി അതുപോലെ തന്നെ എത്ര റേറ്റ് ആണ് നിങ്ങൾ അലോ ചെയ്യുന്ന ഡിസ്കൗണ്ട് എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കണം. ഈ എഗ്രിമെന്റ് ഒരിക്കലും എന്താകാൻ പാടില്ല, ഓപ്പൺ എൻഡഡ് ആകാൻ പാടില്ല. എഗ്രിമെന്റ് തുറന്നിട്ട രീതിയിലാകാൻ പാടില്ല. അതായത് ഞാൻ ഇന്ന കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും, അത് റഫായിട്ട് കറക്റ്റ് റേറ്റ് എന്ന് പറയാതെ
ഇങ്ങനെ ഉണ്ടാവും, ഡിസ്കൗണ്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് GST ഡിപ്പാർട്ട്മെന്റ് അലോ ചെയ്ത് തരില്ല. അൾട്രാടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ കേസിൽ തന്നെ അത് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, ആ എഗ്രിമെന്റിൽ ഇത്ര റേറ്റ് ഇത്ര ശതമാനം എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ഓപ്പൺ എൻഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് പരിഗണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ അലോ ചെയ്ത ഡിസ്കൗണ്ട് ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് അവരെ കുറക്കാൻ വിട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എഗ്രിമെന്റിന്റെ കേസിൽ 2 ബിൽ വൈസ് ട്രാക്കിംഗ് ഉണ്ടായിരിക്കണം. അതായത് ഓരോ ബില്ല് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാത്രമേ നിങ്ങൾ ഇത്തരം GST ക്രെഡിറ്റ് നോട്ടുകൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പം ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർക്ക് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലൊക്കെ GST ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ക്രെഡിറ്റ് നോട്ട് കൊടുത്തിട്ട് റിവേഴ്സ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അത്തരം ഡിസ്കൗണ്ടുകൾ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബിൽ വൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു 6 മന്തോ ഒരു 1 ഇയറിലോ എത്തിയ ക്വാണ്ടിറ്റിയുടെ മുകളിലായിരിക്കാം, മൊത്തം നോക്കിയിട്ടായിരിക്കാം ആ ഡിസ്കൗണ്ട് നിങ്ങൾ കസ്റ്റമർക്ക് അലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം ഡിസ്കൗണ്ടുകൾക്കൊന്നും ഇങ്ങനെ ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് കിഴിക്കാനുള്ള യോഗ്യതയില്ല, എലിജിബിലിറ്റി ഇല്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ വാല്യൂ നിന്ന് കുറയ്ക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങളുടെ കസ്റ്റമറും അത് റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഈ 3 കണ്ടീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാലിക്കാതെ ആരെങ്കിലും ട്രാൻസാക്ഷൻ വാല്യൂയിൽ നിന്ന് ഡിസ്കൗണ്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് കണ്ടെത്തും. അത് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കും. ഇപ്പോഴന്നെ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ. തേർഡ്, വെരിഫിക്കേഷൻ ഓഫ് അതർ ഇൻകം ലെഡ്ജർ ടു ചെക്ക് വെദർ GST ഈസ് ആപ്ലിക്കബിൾ. ഇനി നിങ്ങൾക്കറിയാം, നിങ്ങൾ അധികം ആൾക്കാർ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കാം അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരു കസ്റ്റമേഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പം അതിൻ്റെ അകത്ത് സെയില് എന്ന് പറയുന്നത് മെയിൻ ഇൻകം ആണ്. അതിൻ്റെ താഴെ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടൊക്കെ ചിലപ്പോൾ ചില ഇൻകം കാണിച്ചിട്ടുണ്ടാവാം. ആ ഹെഡ് ഒന്ന് തുറന്നു നോക്കുക, മെയിൻ ഹെഡ് ഒന്ന് തുറന്നു നോക്കുക. അതിൻ്റെ അകത്ത് വരുന്ന ഏതെങ്കിലും GST ബാധ്യതയുള്ള ആപ്ലിക്കബിലിറ്റി വരുന്ന ഏതെങ്കിലും ഇൻകം അതിൻ്റെ അകത്ത് അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ CID ആലോചിച്ചിട്ട് അതും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. കാരണം അത് ശ്രദ്ധിക്കപ്പെടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അത്തരം ഹെഡുകൾ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കില്ല. നിങ്ങൾ എന്താ കരുതും, മെയിൻ ഇൻകം സെയിൽ പോലത്തേന് മാത്രമേ GST ആപ്ലിക്കബിലിറ്റി ഉള്ളൂ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഇത്തരം ചെറിയ ഹെഡുകൾ ചിലപ്പം ഒഴിവായി പോകും അറിയാതെ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഫോർത്ത്, റിവേഴ്സൽ ഓഫ് ITC യൂസ്ഡ് ഫോർ എക്സംപ്റ്റഡ് ബാർ നോൺ GST സപ്ലൈ. ഇനി റിവേഴ്സൽ ഓഫ് ITC നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ബില്ല് കിട്ടുമ്പം അത് പ്രകാരമുള്ള ITC ക്ലെയിം ചെയ്യാം. പക്ഷെ ആ പർച്ചേസിൽ കിട്ടിയിരിക്കുന്ന റോ മെറ്റീരിയൽ എക്സംപ്റ്റഡ് സപ്ലൈക്കോ നോൺ GST സപ്ലൈക്കോ ടാക്സബിൾ സപ്ലൈക്കോ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ 3 സപ്ലൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ പോർഷനുള്ള ഇൻപുട്ട് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. നിങ്ങൾ അറിയാതെ ആ പർച്ചേസ് ബില്ലിൽ വരുന്ന എല്ലാ ITCയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പോർഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ റൈറ്റ് ഇല്ലാത്ത എക്സംപ്റ്റഡിന് വേണ്ടി ഉപയോഗിച്ച നോൺ GST സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ച ആ പോർഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് മാത്രമേ ക്ലെയിം ചെയ്യാൻ റൈറ്റ് ഉള്ളൂ, ടാക്സബിൾ സപ്ലൈക്ക് ഉപയോഗിച്ച ഇൻപുട്ട് മാത്രമേ ITC മാത്രമേ ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് റൈറ്റ് ഉള്ളൂ. ഓക്കെ. അടുത്തത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ബാർ സർവീസസ് ആൻഡ് ദ GST റേറ്റ്സ് മെയിൻലി ഇൻ കേസ് ഓഫ് കോമ്പൻസേറ്റ് സപ്ലൈ. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സും സർവീസസും അത് കറക്റ്റായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകണം. അതിന്റെ HSN കോഡ് എന്താണ്, അതിന്റെ GST റേറ്റ് എന്താണ്, നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിന്റെ HSN കോഡ് എന്താണ്, അതിന് വരുന്ന കറക്റ്റ് ടാക്സ് റേറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും തെറ്റ് വരാനുള്ള ഒരു ചാൻസസ് കോമ്പസിറ്റ് സപ്ലൈയുടെ കേസിലാണ്. കോമ്പസിറ്റ് സപ്ലൈ സാധാരണ സപ്ലൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, സാധാരണ ഒരു സപ്ലൈയിൽ എന്താണ്, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് 28% ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് കരുതുക. ഇനി ട്രാൻസ്പോർട്ടേഷന്റെ നോർമലി ഉള്ള റേറ്റ് ചിലപ്പോൾ 18% ആയിരിക്കാം. ഇനി അതിന് രണ്ട് വേറെ നോക്കുമ്പോഴേക്കും ഒന്ന് എന്താണ് 28% പ്രൊഡക്റ്റ് ആണ്, മറ്റേ സർവീസ് എന്താണ് 18% സർവീസ് ആണ്. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ്, അതായത്
നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സാധനം കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്തായി, കോമ്പോസിറ്റ് സപ്ലൈ ആയി. കോമ്പോസിറ്റ് സപ്ലൈയിൽ എന്താണ്, മെയിൻ സപ്ലൈയുടെ റേറ്റ് എന്താണോ അത് തന്നെയാണ് ആൻസിലറി ആയിട്ട് അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന ഗുഡ്സിനോ സർവീസിനോ നിങ്ങൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടും ഏതിൻ്റെ അകത്ത് പോകണം, 28% ആ ബില്ലിൻ്റെ മുകളിൽ ചാർജ് ചെയ്യേണ്ടത്. അത് 28ഉം 18ഉം ചാർജ് ചെയ്താൽ അത് തെറ്റാണ്. കാരണം എന്താണ്, അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അതിൻ്റെ അകത്ത് ചാർജ് വരേണ്ടത് 28% പ്രൊഡക്റ്റിൻ്റെ വേറെ തന്നെയും അത് മെയിൻ സപ്ലൈ ആയിട്ട് കരുതുകയും വേണം. അതിൻ്റെ അതേ റേറ്റ് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ടോട്ടലിൻ്റെ മുകളിലും ആ ചാർജിൻ്റെ മുകളിലും നിങ്ങൾ, അതായത് മൊത്തത്തിൻ്റെ മുകളിൽ ആ മെയിൻ സപ്ലൈയുടെ ചാർജ് എന്താണോ, റേറ്റ് എന്താണോ അത് തന്നെയാണ് മൊത്തത്തിൻ്റെ മുകളിലും ചാർജ് ചെയ്യേണ്ടത്. ക്ലിയർ? വെരിഫിക്കേഷൻ ഓഫ് പ്ലേസ് ഓഫ് സപ്ലൈ ടു ചെക്ക് കറക്റ്റ് GST ചാർജിൽ. ഇനി ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്ലേസ് ഓഫ് സപ്ലൈ എന്നതാണ് നിങ്ങൾ ഒരു ബില്ലിന് മുകളിൽ IGST ആണോ അല്ലെങ്കിൽ CGST SGST ആണോ ചാർജ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കണം. പ്രത്യേകിച്ചിട്ട് നോർമൽ സപ്ലൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിൽ ടു ഷിപ്പ് ടു കേസ് ആണ്. നോർമൽ സപ്ലൈയും ബിൽ ടു ഷിപ്പ് ടു കേസും ഡിഫറെന്റ് ആണ്. അപ്പോൾ ബിൽ ടു ഷിപ്പ് ടു കേസ് നോർമൽ സപ്ലൈ ആണെന്ന് കരുതിയിട്ട് അത് ടാക്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങൾക്കറിയാം, ബിൽ ടു ഷിപ്പ് ടു കേസ് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്താണ്. നിങ്ങൾ പറയാം, അതിൻ്റെ അകത്ത് ആരാണോ ഡയറക്ഷൻ കൊടുക്കുന്നത് ആ പാർട്ടിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സപ്പോസ് കർണാടകയിലുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലേക്ക് നമ്മളോട് വിളിച്ചിട്ട് പറയുന്നത്, കേരളത്തിൽ തന്നെ വേറൊരു സ്ഥലത്ത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാധനം സപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതാണെങ്കിൽ ഡയറക്ഷൻ തരുന്ന എവിടെ നിന്നാണ്, കർണാടകയിൽ നിന്നാണ്. അപ്പോൾ ആ ഡയറക്ഷൻ തരുന്ന തേർഡ് പാർട്ടിയുടെ പ്ലേസ് ഏതാണ്, അതന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ നമ്മൾ സാധനം കൊടുക്കുന്ന കേരളത്തിൽ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ ആ ബില്ലിൽ ചാർജ് ചെയ്യേണ്ടത് ഏതാണ്, IGST ആണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന കോമൺ റൂള് അവിടെ തെറ്റുകയാണ്. അതായത് വിത്തിൻ കേരളയാണെങ്കിൽ CGST SGST ആണ്, കേരളത്തിന് പുറത്താണെങ്കിൽ IGST ആണ് എന്ന് പഠിച്ച ആ കോമൺ റൂള് അവിടെ തെറ്റുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു സപ്ലൈ പ്ലേസ് ഓഫ് സപ്ലൈ വിലയിരുത്തുമ്പം ശ്രദ്ധിക്കണം. ഇത്തരം ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഓക്കെ. 7th, availability of ITC go through negative list under section 17(5). ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് തന്നെ ITC കുറിച്ച് വളരെ വിശദമായിട്ട് കുറെ ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സെക്ഷൻ 16 പ്രകാരം ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്സിലുള്ള എല്ലാ ITC നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് സെക്ഷൻ 17(5) എത്തുമ്പോഴേക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ പറയുന്ന ITC ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന്. ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സെക്ഷൻ 16 എന്ന് പറയുന്നത് ഒരു ജനറൽ പ്രൊവിഷൻ ആണ്. അതേസമയം സെക്ഷൻ 17(5) എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രൊവിഷൻ ആണ്. ഈ സെക്ഷൻസ് എവിടെയെങ്കിലും നേർക്കുനേരെ വരികയാണെങ്കിൽ, അതായത് നിങ്ങളൊരു ITC എടുത്തു, അവിടെ ഞാൻ പറഞ്ഞു അത് എൻ്റെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയുള്ളതാണ്, എനിക്ക് ക്ലെയിം ചെയ്യാം എന്ന് പറയുന്നത്, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ അത് നെഗറ്റീവ് ലിസ്റ്റുമായിട്ട് ഒത്തുനോക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ITC എടുക്കാൻ പാടില്ല എന്ന്. അപ്പം നമ്മൾ പറയുന്നില്ല, ഫർദറൻസ് ഓഫ് ബിസിനസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളത് സ്റ്റാർട്ടിങ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 16ഉം 17(5) നേർക്കുനേരെ വരുമ്പോൾ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക 17(5) ആണ്. കാരണം സെക്ഷൻ 16 എന്ന് പറയുന്നത് ജനറൽ പ്രൊവിഷൻ ആണ്, സെക്ഷൻ 17(5) എന്ന് പറയുന്നത് സ്പെസിഫിക് പ്രൊവിഷൻ ആണ്. അപ്പോൾ അത് 17(5) ആണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരം ഇൻപുട്ടുകൾക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ റൈറ്റ് ഇല്ല, അത് എലിജിബിൾ അല്ല. അപ്പോൾ അത്തരം നിങ്ങൾ ITC ക്ലെയിം ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ലിസ്റ്റും കൂടി വെച്ചിട്ടൊന്ന് നോക്കണം, ഇത്തരം ഇൻപുട്ടുകൾ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അറിയാതെ ഇനെലിജിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്ടുകൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് 8th, ക്രെഡിറ്റേഴ്സ് ഫോർ മോർ ദാൻ 6 months 180 days ഫ്രം ദ ഡേറ്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ഇഫ് നോട്ട് ITC ടു ബി റിവേഴ്സ്ഡ്. ഇനി നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് ITC ക്ലെയിം ചെയ്യുന്നുള്ള കുറെ കണ്ടീഷൻസ്. അതിൻ്റെ അകത്ത് വൺ ഓഫ് ദി കണ്ടീഷൻ ആണ് എന്താണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാധനമോ സേവനത്തിൻ്റെയോ ഗുഡ്സ് ഓർ സർവീസസിന്റെ പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, 180 ഡേയ്സിനുള്ളിൽ 150 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുത്തിരിക്കണം, നിങ്ങളുടെ സപ്ലയർക്ക് കൊടുത്തിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇനി അങ്ങനെ 180 ഡേയ്സിനുള്ളിൽ നിങ്ങൾ
പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ITC റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ? 9th, ITC on prepaid expense, rent, insurance extra. Firm may claim ITC since tax invoices are booked and payment is made. But one of the condition to avail ITC is that such service is received. Excess availment of ITC. ITC on prepaid expense. നിങ്ങൾക്ക് എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് അറിയാം. അതായത് ചില എക്സ്പെൻസിന് മുകളിലുള്ള പേയ്മെന്റ് നമ്മൾ മുൻകൂട്ടി കൊടുക്കുകയാണ്. ഇൻഷുറൻസ് ഒക്കെ നോർമലി നമ്മൾ മുൻകൂട്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടയ്ക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ചില കേസുകളിൽ റെന്റിൽ നമ്മൾ മുൻകൂട്ടി കൊടുക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മൾ ലഭിക്കുകയും നമ്മൾ അതിന്റെ പേയ്മെന്റ് മുഴുവൻ കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയാതെ ആ പ്രീപെയ്ഡ് എക്സ്പെൻസിന് മുകളിലുള്ള ഇൻഷുറൻസിന്റെയും റെന്റ് പോലുള്ള എക്സ്പെൻസിന് മുകളിലുള്ള ITC നമ്മൾ ക്ലെയിം ചെയ്യും. എന്നാൽ അത് തീർത്തും തെറ്റാണ്. ITC അവെയിൽ ചെയ്യാനുള്ള വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത്തരം ബില്ല് പ്രകാരം നമുക്ക് ലഭിച്ച ബില്ല് പ്രകാരമുള്ള സാധനമോ സേവനമോ നമ്മൾക്ക് അവെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, ലഭിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് ആണ് പറയുന്നത്. ഈ അവസരത്തിൽ നമ്മൾക്ക് എന്താ, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്, നമുക്ക് എപ്പോഴേ കിട്ടൂ? അടുത്ത വർഷേ ഇൻഷുറൻസിന്റെ ആ സേവനം ലഭിക്കും. അതുപോലെ തന്നെ റെന്റും പ്രീപെയ്ഡ് ആണ്, അതിനുള്ള സേവനം എപ്പോഴേ അവെയിൽ ചെയ്യൂ? അടുത്ത വർഷേ അവെയിൽ ചെയ്യും. അപ്പോൾ തീർത്തും ആ ഇൻപുട്ട് ക്ലെയിം ചെയ്ത് നമ്മൾ എടുത്തത് തെറ്റാണ്. അത് ഏതായിട്ട് കണക്കൂട്ടും? എക്സസ് അവൈൽമെന്റ് ഓഫ് ITC. നമ്മൾക്ക് എലിജിബിൾ അല്ലാത്ത ഒരു ITC എക്സസ് ആയിട്ട് അവെയിൽ ചെയ്തതായിട്ട് കണക്കൂട്ടും. അത്തരം ITCയും ക്ലെയിം ചെയ്യാൻ നമ്മൾ എലിജിബിൾ അല്ല എന്നർത്ഥം. അത്തരം ITC നിങ്ങളും ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. 9. 10th, വാല്യൂ ഓഫ് ഗുഡ്സ് റിട്ടേൺ ഓഫ് ഇൻ ദ ബുക്സ്. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുന്നേ പറഞ്ഞു തന്നെയാണ്. ഇപ്പോഴ് കഴിഞ്ഞ കൊല്ലം ഫ്ലഡ് വന്നു, ഇക്കൊല്ലം ലോക്ക്ഡൗൺ, കോവിഡിന്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല ആളുടെ സ്ഥാപനങ്ങളും മാസങ്ങളോളം പൂട്ടിക്കിടന്നു. അപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് പോയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ഗുഡ്സിൽ പലതും ചിലപ്പോൾ ഡാമേജ് ആയിട്ടുണ്ടാവും. അങ്ങനെ ആ സമയത്ത് അവർ റിട്ടേൺ ഓഫ് ചെയ്യാൻ, റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻപുട്ടുകളുടെ പർച്ചേസിന് മുകളിൽ അവർ മുൻപേ ക്ലെയിം ചെയ്ത ITC എന്ത് ചെയ്യണം? അവർ റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. ആ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഗുഡ്സിന്റെ മുകളിൽ അതിന് മുന്നേ പർച്ചേസിന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവാം? അതിന്റെ ITC നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവാം. അത്തരം ITC നിങ്ങൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അതിന് അത് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരം ഗുഡ്സുകൾ, മോശമായ ഗുഡ്സുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു നോമിനൽ വാല്യൂ ഇട്ടുകൊണ്ട് സെയിൽ ബില്ല് മുറിക്കാം. കാരണം ഒരിക്കലും നിങ്ങൾ വാങ്ങിച്ച വിലയേക്കാൾ സാധനം വിൽക്കരുത് എന്നെവിടെയും GSTയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിച്ച കോസ്റ്റിനേക്കാളും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് അത് സെയിൽ ബില്ല് മുറിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ITC റിവേഴ്സ് ചെയ്യണ്ട. അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ. 11, റീകൺസിലേഷൻ ഓഫ് അക്കൗണ്ട്സ് ബുക്ക് വിത്ത് പോർട്ടൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ GST പോർട്ടൽ തുറന്നതാണെങ്കിൽ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്നിങ്ങനെ 3 റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. നിങ്ങളുടെ GST സൈറ്റിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്നിങ്ങനെ 3 റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. അത് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് അതിന്റെ എൻഡിലെ ബാലൻസും നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ബാലൻസും തമ്മിൽ എന്ത് ചെയ്യണം? റീകൺസിൽ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇനി അങ്ങനെ ഡിഫറൻസ് രണ്ടും തമ്മിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സും ആ പ്രിന്റ് ഔട്ട് എടുത്ത ആ റിപ്പോർട്ടുകളും തമ്മിൽ, ആ 3 റിപ്പോർട്ടുകളും തമ്മിൽ ബാലൻസിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നോക്കുക. അടുത്തത് ട്രീറ്റ്മെന്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട് റിസീവ്ഡ് ഫ്രം സപ്ലയർ. ട്രീറ്റ്മെന്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട് റിസീവ്ഡ് ഫ്രം സപ്ലയർ. ഇത് തുടക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു സപ്ലയറിൽ നിന്ന് ക്രെഡിറ്റ് നോട്ട് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് ആൾക്കാർ പറയുന്നത് അത് എന്ത് ചെയ്യണം? ആ സപ്ലയറിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് വരുന്ന ആ ടാക്സ് പോർഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് അത് ചിലയാൾ ചെയ്യുക ഔട്ട്പുട്ടിനോട് ആഡ് ചെയ്തിട്ട് അടക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും? അത് ഇൻപുട്ടിൽ നിന്ന് റിവേഴ്സ് ചെയ്യും. അങ്ങനെ 2 രീതികളിലാണ് ആൾക്കാർ അതിനെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ഫോളോ ചെയ്തതും ഇപ്പോഴും പറയുന്നത് അത് ഇൻപുട്ടിൽ തന്നെ, അതായത് ഒരു സപ്ലയറിൽ നിന്ന് കിട്ടുന്ന ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ അത് ഇൻപുട്ടിനോട് തന്നെ കൂട്ടുകയോ കിഴിക്കുകയോ വേണം. അതായത് ഇൻപുട്ടിൽ നിന്ന്
ഒന്നുകിൽ കുറക്കണം അല്ലെങ്കിൽ കൂട്ടണം. ഈ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. അതായത് സപ്ലയറിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റിനോട് ഒരിക്കലും നമ്മളുടെ സെയിലോ ഔട്ട്പുട്ടോ ആയിട്ടോ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ ടാക്സ് സംബന്ധമായിട്ട് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആനുവൽ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ GSTR 2A ഇൻപുട്ട് എത്ര, നിങ്ങൾ GSTR 3B ക്ലെയിം ചെയ്ത ഇൻപുട്ട് എത്ര. അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇത് ഇൻപുട്ടിലല്ല റിവേഴ്സ് ചെയ്യുന്നതെങ്കിൽ എവിടെ ഡിഫറൻസ് കാണിക്കും? നിങ്ങൾ ഔട്ട്പുട്ടിനോട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ എമൗണ്ട് അത്രയും വലിയൊരു ഡിഫറൻസ് ഈ കോളത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. സപ്ലയറിൽ നിന്ന് ഇപ്പൊ ക്രെഡിറ്റ് നോട്ടാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക? ഇൻപുട്ടിൽ നിന്ന് തുറക്കുക. ഡെബിറ്റ് നോട്ടാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യുക? ഇൻപുട്ടോട് ആഡ് ചെയ്യുക. ഒരിക്കലും ഔട്ട്പുട്ടോടെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാവും? ഈ ആനുവൽ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് 9 ആ ഡിഫറൻസ് ആനുവൽ റിട്ടേണിൽ കാണിക്കും. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് 13 ടാക്സബിലിറ്റി ഓഫ് അഡ്വാൻസസ്. ഇനി അടുത്തൊരു പോയിന്റ് ഉള്ളത് ടാക്സബിലിറ്റി ഓഫ് അഡ്വാൻസസ് ആണ്. നിങ്ങൾക്കറിയാം ഗുഡ്സിനും സർവീസിനും തുടക്കത്തിൽ അഡ്വാൻസിന് ടാക്സബിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ നോട്ടിഫിക്കേഷൻ നമ്പർ 66/2017 ഡേറ്റ് 15/11/2017 പ്രകാരം എന്തൊഴിവാക്കിയിട്ടുണ്ട്? ഗുഡ്സിന് മുകളിലുള്ള ടാക്സബിലിറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം സർവീസസിന് മുകളിൽ കിട്ടുന്ന അഡ്വാൻസിന് മുകളിലുള്ള ടാക്സബിലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചെറിയ ആൾക്കാർ ഇപ്പോഴും അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ സർവീസിന് മുകളിൽ അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് അതിന്റെ മുകളിൽ അടക്കാൻ വിട്ടുപോകാറുണ്ട്. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് എന്തെങ്കിലും അഡ്വാൻസ് കിട്ടിയിട്ട് നിങ്ങൾ അതിന്റെ മുകളിൽ ടാക്സ് അടക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, 14th റീഇംബേഴ്സ്മെന്റ് എമൗണ്ട് റിസീവ്ഡ് അട്രാക്ട് GST. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് മൊബൈലിനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാപനം ആദ്യം പൈസ ചെലവഴിക്കുകയും പിന്നെ അതിന്റെ പൈസ നിങ്ങളുടെ തൊഴിലാളിയിൽ നിന്ന് നിങ്ങൾ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന്റെ മുകളിലും എന്തുണ്ട്? ടാക്സ് ലയബിലിറ്റി ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. 15th ITC on bank charges on the basis of bank statement. ഇനി അടുത്ത് നിങ്ങൾക്കുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ബാങ്ക് ചാർജസിന്റെ മുകളിൽ എന്തുണ്ട്? GST ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇൻപുട്ട് ആ ബാങ്ക് ചാർജസിന് മുകളിലുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പല ആളുടെയും സംശയം എന്ത് കരുതിയാൽ നിങ്ങൾക്ക് അതിന്റെ മുകളിലൊരു ബില്ല് ഇല്ല, ബാങ്കിൽ നിന്ന് ഒരു ബില്ലൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. അത്തരം സന്ദർഭത്തിൽ ഈ ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എക്സ്പേർട്ടുകളുടെ അഭിപ്രായം എടുത്ത സമയത്ത് അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ITC ക്ലെയിം ചെയ്യാം എന്നാണ് അവരുടെ ഒപ്പീനിയൻ. ഇത് എവിടെയും നോട്ടിഫിക്കേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ കിട്ടിയൊരു ഒപ്പീനിയൻ ആണ്. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ടിങ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ITC ക്ലെയിം ചെയ്യാം എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും ഈ കാര്യം നിങ്ങളുടെ സിഇഒയോട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുക. ഓക്കെ, 16th ടോട്ടൽ ITC availed was Rule 36/4. GSTയുടെ തുടക്കം മുതലേ ഉള്ള ഒരു സംശയമാണ്. നിങ്ങളുടെ സപ്ലയർ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ബില്ലിന് മുകളിലുള്ള ITC നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒറിജിനൽ ആയിട്ടുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബില്ല് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അതിന് ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും GSTയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എന്നാൽ അതിന് പകരം നമുക്ക് ഒരു റൂളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. റൂൾ 36 സബ് റൂൾ 4 എന്ന് പറഞ്ഞിട്ട് ആദ്യം അത് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ GSTR 2A എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ നിന്ന് ഒരു പ്രിന്റ് ഔട്ട് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ITCയുടെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ അകത്ത്. അത് പ്ലസ് ആ എലിജിബിൾ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് എലിജിബിൾ ആയിട്ടുള്ള ITC പ്ലസ് അതിന്റെ മുകളിൽ 20% ചാർജ് ചെയ്തുകൊണ്ട് ആ ടോട്ടലാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജനുവരി 2020 ഓൺവേർഡ്സ് അതെന്തായി 10% ആയി. അതായത് GSTR 2A പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻഎലിജിബിൾ ആയിട്ടുള്ള ITC ലെസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എലിജിബിൾ ITC കിട്ടും. അത് പ്ലസ് അതിന്റെ 10% ITC ആണ് റൂൾ 36 ഫോർ പ്രകാരം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ITC. അപ്പോൾ
റൂള് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, സാമ്പത്തിക വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ. ഇനി ലാസ്റ്റ് 17th ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ ഡിസ്കസ് വിത്ത് CA. അതായത് ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോക്ക്ഡൌണിന്റെ സമയമായതുകൊണ്ട് മാർച്ചിന് കറക്റ്റ് എൻഡിൽ വന്നിട്ടായിരുന്നു ഈ ലോക്ക്ഡൌൺ വന്നത്. ആ സമയത്ത് പൂട്ടിയ ആൾക്കാർ പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ തുറക്കാനൊക്കെ പറ്റിയതും. അപ്പോൾ ആ സമയത്ത് പലതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാമേജ് ആയിട്ടുണ്ടാവും. ചില ആൾക്കാർ സപ്ലയർ പറയുന്നുണ്ടാവും ഇനി അത് നിങ്ങൾക്ക് കാരണം മാർക്കറ്റൊക്കെ ഡള്ളായി സാധാരണ രീതിയിലുള്ള ഒരു സെയിൽ നടക്കുമെന്നറിയില്ല, നിങ്ങൾ ആ കോസ്റ്റിനെക്കാട്ടിയും വില കുറച്ചിട്ട് അത് കൊടുത്തേക്ക്, 50%നോ അത്രയെങ്കിലും ഒരു % ഡിസ്കൗണ്ട് എടുത്ത് അത് വിറ്റേക്ക് എന്ന് സപ്ലയർ എടുക്കുന്ന ഡയറക്ഷൻ കിട്ടിയ പ്രകാരമാണ് ഒരു ബിസിനസ് സ്ഥാപനം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സാമ്പത്തിക വർഷം 19-20 നിങ്ങളുടെ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ CA ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. കാരണം അവിടെ മാർച്ചിലിടുന്ന സ്റ്റോക്കിന്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ റൂൾ എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നാണ്. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ കോസ്റ്റ് എടുത്തിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര ക്വാണ്ടിറ്റി ഇൻറ്റു ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ ചെയ്യാറ് നോർമലി. പക്ഷെ ഈ കേസിൽ എന്തായിരിക്കും, അധിക വർഷം മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും കുറവ്. അപ്പോൾ വിച്ച് എവർ ഈസ് ലെസ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് നിലവിൽ വരുന്നത് ആ റേറ്റ് വെച്ചിട്ട് വേണം ആ ക്വാണ്ടിറ്റി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, അതായത് കോസ്റ്റിനേക്കാൾ വില കുറച്ചിട്ട് വിൽക്കേണ്ട ഒരു സാഹചര്യം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ CA ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഷൻ്റെ കാര്യം അവർ നിങ്ങളെ ഭംഗിയായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു 17ഓളം പോയിന്റ്സ്. ഇത് എല്ലാം എന്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ ഒരു ഓർമ്മപ്പെടുത്തലാവും എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.